ഹായ് ഓൾ. ഇപ്പോൾ നമ്മളെല്ലാവരും വെയിറ്റ് ചെയ്തിരുന്ന RRB ALP 2025 എക്സാം ഇങ്ങ് എത്തിയിരിക്കുകയാണ്. അപ്പോൾ ഫെബ്രുവരി 13 തൊട്ടാണ് നമ്മുടെ ALPയുടെ എക്സാം സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പം ഒരുവിധം എല്ലാവരും പോർഷൻസ് ഒക്കെ കംപ്ലീറ്റ് ചെയ്ത് റിവിഷനൊക്കെ ചെയ്ത് മോക്ക് ടെസ്റ്റ് ഒക്കെ ചെയ്ത് റെഡി ആയിട്ടിരിക്കുകയായിരിക്കും. അപ്പോൾ ആരും ടെൻഷൻ ആവരുത്, കാരണം നിങ്ങൾ നന്നായിട്ട് പഠിച്ചിട്ടുണ്ട്. അപ്പം ആ ഒരു പഠിച്ചതിൻ്റെ റിസൾട്ടാണ് നമ്മുടെ എക്സാം ഹോളിൽ വരുന്നത്. അപ്പം നിങ്ങൾ ഇത്രയും നാൾ പഠിച്ചതിൻ്റെ അല്ലെങ്കിൽ നിങ്ങൾക്ക് ആ എക്സാം ഹോളിൽ നല്ല രീതിയിൽ നിങ്ങൾ പഠിച്ചത് ഡെലിവർ ചെയ്യാൻ കഴിഞ്ഞില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇത്രയും നാൾ പഠിച്ചതൊക്കെ വെറുതെ ആവും. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഓവറായിട്ട് ടെൻഷൻ അടിച്ച് നിങ്ങൾക്ക് അറിയാവുന്ന ആൻസേഴ്സ് പോലും തെറ്റിച്ച് വെക്കരുത്. അപ്പം നിങ്ങൾ മാക്സിമം കാമായിട്ട് തന്നെ ഇരിക്കുക. അപ്പം ക്വസ്റ്റ്യൻസ് എളുപ്പമായാലും ഇൻ കേസ് ടഫ് ആയാലും ഒക്കെ തന്നെ നിങ്ങൾ ഒരേ രീതിയിൽ തന്നെ എടുക്കുക. അപ്പം നിങ്ങൾക്ക് അറിയാവുന്ന ക്വസ്റ്റ്യൻസ് നിങ്ങൾ ചെയ്ത് പോകാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. അപ്പോൾ 13-ാം തീയതി തൊട്ട് എക്സാം സ്റ്റാർട്ട് ചെയ്യുകയാണ്. അപ്പോൾ നമ്മൾ എക്സാമിന് ചെല്ലുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് പ്രധാനപ്പെട്ട കാര്യങ്ങളുണ്ട്. അപ്പം മെയിനായിട്ട് നമ്മൾ അഡ്മിറ്റ് കാർഡ് കയ്യിലുണ്ടെന്ന് നമ്മൾ ഉറപ്പ് വരുത്തണം. അപ്പം തലേന്ന് തന്നെ അഡ്മിറ്റ് കാർഡ് കാര്യങ്ങളൊക്കെ എടുത്തു വെക്കുക. അതേപോലെ തന്നെ ഒറിജിനൽ ഫോട്ടോ ID പ്രൂഫ് ഉണ്ടായിരിക്കണം നമ്മുടെ കയ്യിൽ. ആധാർ, വോട്ടർ ID അങ്ങനെ എന്തെങ്കിലും നമ്മുടെ കയ്യിൽ ഉണ്ടായിരിക്കണം. അതുപോലെ തന്നെ 2 റീസെൻറ്റ് പാസ്പോർട്ട് സൈസ് ഫോട്ടോയും ഉണ്ടായിരിക്കണം. പിന്നീട് നമ്മൾ വാട്ടർ ബോട്ടിലൊക്കെ എടുക്കുകയാണെങ്കിൽ അത് ട്രാൻസ്പെറൻ്റ് ആണെന്ന് തന്നെ ഉറപ്പ് വരുത്തണം. അല്ലാത്ത പക്ഷം അവരത് എക്സാം ഹോളിലേക്ക് കയറ്റില്ല. അപ്പോൾ മെയിനായിട്ട് നമ്മൾ ആധാർ കാർഡും നമ്മുടെ വോട്ടർ ID അല്ലെങ്കിൽ ഒറിജിനൽ ID പ്രൂഫ് നമ്മുടെ കയ്യിലുണ്ടെന്ന് ഉറപ്പ് വരുത്തണം. ഇത് രണ്ടും ഇല്ലാണ്ട് നിങ്ങൾക്ക് എക്സാം എഴുതാൻ സാധിക്കില്ല. എക്സാം ഹോളിൽ നമ്മൾ എൻ്റർ ചെയ്യണം എന്നുണ്ടെങ്കിൽ നമ്മുടെ കയ്യിൽ അഡ്മിറ്റ് കാർഡും അതേപോലെ തന്നെ ഒറിജിനൽ ഫോട്ടോ ID പ്രൂഫും ഉണ്ടായിരിക്കണം. അപ്പം ഇത് നിങ്ങൾ മസ്റ്റായിട്ടും തലേന്ന് തന്നെ എടുത്തു വെക്കുക. അന്ന് രാവിലെ നിങ്ങൾ ധൃതി പിടിച്ച് പോകുന്ന ടൈമിൽ അത് മറന്നു പോകാതെ ഇരിക്കാൻ നിങ്ങൾ കറക്റ്റായിട്ട് തലേന്ന് തന്നെ ഇതെടുത്ത് റെഡിയാക്കി വെക്കുക. അപ്പം പിന്നീട് നമ്മൾ എക്സാം ഹോളിൽ എത്തിക്കഴിയുമ്പോൾ നമുക്കറിയാം ഇതിൻ്റെ ഒരു എക്സാം പാറ്റേണും കാര്യങ്ങളൊക്കെ നിങ്ങൾ ഓൾറെഡി നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങളാണ്. മോക്ക് ടെസ്റ്റുകളൊക്കെ എടുത്ത് നിങ്ങൾക്ക് അതൊക്കെ ഫെമിലിയർ ആയി കാണും. ഇപ്പം നമ്മൾ ഒന്നുകൂടി ഒന്ന് പറയുകയാണെങ്കിൽ നമുക്ക് ടോട്ടൽ 75 ക്വസ്റ്റ്യൻസ് ആയിരിക്കും വരിക. അപ്പം മിക്സഡ് ആയിട്ടായിരിക്കും വരിക. അപ്പം ഡ്യൂറേഷൻ വരുന്നത് 60 മിനിറ്റ് ആണ്. നെഗറ്റീവ് മാർക്കിംഗ് ഉണ്ട്. 1/3 ആണ് ഒരു റോങ് ആൻസറിന് നെഗറ്റീവ് മാർക്കായിട്ട് വരുന്നത്. അപ്പോൾ നമുക്ക് വരുന്ന സെക്ഷൻസ് മാത്സ് ഉണ്ട് 20 മാർക്ക്, റീസണിങ് 25 മാർക്ക്, ജനറൽ സയൻസ് 20 മാർക്ക്, ജനറൽ അവയർനെസ് 10 മാർക്ക്. അപ്പോൾ ഇങ്ങനെ ആണ് ഇതിൻ്റെ ഒരു ഡിവിഷൻ വരുന്നത്. മാർക്കിൻ്റെ ഡിവിഷൻ ഇരിക്കുന്നത് ഇങ്ങനെയാണ്. അപ്പോൾ നിങ്ങൾക്ക് അറിയാവുന്ന ക്വസ്റ്റ്യൻസ് നിങ്ങൾ ഗോ ത്രൂ ചെയ്ത് പോവുക. അപ്പോൾ നിങ്ങൾക്ക് അറിയാവുന്നത് നിങ്ങൾ മാക്സിമം പെട്ടെന്ന് തന്നെ ആൻസർ കണ്ടെത്താൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. അപ്പോൾ ഒരു ക്വസ്റ്റ്യൻ വായിക്കുമ്പോൾ ചിലപ്പോൾ നിങ്ങളത് വായിച്ചിട്ടുണ്ടാവും. അപ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ ആൻസർ എവിടെ ഓർമ്മയുണ്ട് എന്ന് നിങ്ങൾക്ക് ഷുവറാണ്. പക്ഷേ നിങ്ങൾ അത് കണ്ടുപിടിക്കാനായിട്ട് നിങ്ങൾ അല്ലെങ്കിൽ അത് ഓർത്തെടുക്കാനായിട്ട് നിങ്ങൾ ഒരുപാട് ടൈം ആ ഒരു ക്വസ്റ്റ്യനിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യരുത്. നിങ്ങൾക്കത് നോക്കുമ്പോൾ ഓർമ്മ വരുന്നുണ്ടെങ്കിൽ ഓക്കെ, നിങ്ങൾ മാർക്ക് ചെയ്യുക, നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകുക. അല്ലാണ്ട് നിങ്ങൾ ആ ഒരു ക്വസ്റ്റ്യൻ്റെ ആൻസർ കണ്ടുപിടിച്ചേ മതിയാവൂ എന്ന് വാശി പിടിച്ച് അവിടെ ഇരിക്കരുത്. അപ്പോൾ നിങ്ങൾ ആ ഒരു മാർക്കിനായിട്ട് നിങ്ങൾ അവിടെ സ്പെൻഡ് ചെയ്യുന്നത് നിങ്ങൾക്ക് അറിയാവുന്ന കുറച്ചധികം ക്വസ്റ്റ്യൻസ് ചിലപ്പോൾ നിങ്ങൾക്ക് അവിടെ മിസ്സാവും. ആ ഒരു ടൈമിൽ നിങ്ങൾക്ക് കുറച്ചധികം ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് മിസ്സാവും. ലാസ്റ്റിലേക്കൊക്കെ എത്തുമ്പോൾ ഇപ്പോൾ ഒരു 65 ഒക്കെ ആകുമ്പോഴേക്കും ചിലപ്പോൾ നിങ്ങൾക്ക് ടൈം ഔട്ട് ആവേണ്ട അവസ്ഥ വരും. അപ്പം അങ്ങനെ ഉണ്ടാവാതിരിക്കാൻ നിങ്ങൾ തുടക്കത്തിൽ മാക്സിമം പെട്ടെന്ന് തന്നെ ആൻസേഴ്സ് ചെയ്ത് പോകാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. അറിയാവുന്നത് നിങ്ങൾ മാക്സിമം ചെയ്ത് പോവുക. ഇങ്ങനെ ഡൗട്ട് വരുന്ന ക്വസ്റ്റ്യൻസ് നിങ്ങൾ മാർക്ക് ചെയ്തിടുക. അപ്പോൾ നിങ്ങൾ ഒരുവിധം എല്ലാം അറ്റൻഡ് ചെയ്തിട്ട് നിങ്ങൾക്ക് ബാക്കി വരുന്ന ടൈമിൽ ആ ഡൗട്ടുള്ള ക്വസ്റ്റ്യൻസിനായിട്ട് വീണ്ടും ടൈം സ്പെൻഡ് ചെയ്യാൻ സാധിക്കും. അല്ലാണ്ട് ഈ ഒരു ക്വസ്റ്റ്യൻ ആൻസർ കണ്ടുപിടിച്ച് മാക്സിമം ചെയ്ത് കണ്ടുപിടിച്ച് നിങ്ങൾ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാൻ ഇരുന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ബാക്കിയുള്ള ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്യാനുള്ള ഒരു ടൈമാണ് അവിടെ വേസ്റ്റ് ആവുന്നത്. അപ്പം നിങ്ങൾ ആ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ നിങ്ങൾ മാക്സിമം പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് അറിയാവുന്ന ആൻസേഴ്സ് മാർക്ക് ചെയ്ത് പോകാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. ഡൗട്ടുള്ളത് ലാസ്റ്റിലേക്ക് വെക്കുക. എല്ലാം ഒന്ന് അറ്റൻഡ് ചെയ്തതിന് ശേഷം പിന്നീട് വന്ന് നിങ്ങൾക്ക് ഡൗട്ടുള്ള സെഷൻസ് നിങ്ങൾ അറ്റൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. അപ്പം 75 ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് ടോട്ടൽ കിട്ടുന്നത്. 1 hour ആണ്. അപ്പോൾ മാക്സിമം നിങ്ങൾക്ക് പറ്റുന്നത് അറ്റൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. പിന്നീട് ഇപ്പോൾ ജനറൽ അവയർനെസ്സിൻ്റെ കാര്യം നമ്മൾ പറയുന്നു. ഇപ്പോൾ ജനറൽ അവയർനെസ്സിൻ്റെ ടോട്ടൽ 10 മാർക്കേ ഉള്ളൂ അവിടെ. അപ്പോൾ ഈ 10 മാർക്കിലും കൂടുതലും വരുന്നത് കറണ്ട് അഫേഴ്സ് ആണ്. അപ്പം ഇനിയുള്ള ദിവസങ്ങൾ ഇപ്പോൾ ഈ ലാസ്റ്റ് ഡേയ്സ് ആയി എക്സാമിൻ്റെ. അപ്പം ഇനിയുള്ള ദിവസങ്ങൾ നിങ്ങൾ കറണ്ട് അഫേഴ്സ് ഒക്കെ ഒന്ന് റിവൈസ് ചെയ്യുക. അപ്പം കറണ്ട് അഫേഴ്സ് ഒക്കെ വീണ്ടും എടുത്തുനിന്ന് വായിച്ചുകൊണ്ടേ ഇരിക്കുക. അപ്പം ഈ ഒരു 10 മാർക്കിൽ നിങ്ങൾക്ക് ഒരു 7 മാർക്കും കറണ്ട് അഫേഴ്സിൽ നിന്ന് തന്നെ ആയിരിക്കും ചോദിക്കുക മിക്കവാറും. അതുകൊണ്ട് തന്നെ കറണ്ട് അഫേഴ്സിന് ഇനിയുള്ള ദിവസങ്ങൾ മാക്സിമം ഇമ്പോർട്ടൻസ് കൊടുത്തൊന്ന് റിവൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. പിന്നീട് പുതിയതായിട്ടൊന്നും തന്നെ നിങ്ങൾ പഠിക്കാൻ വേണ്ടിയിട്ട് പോകരുത്. കാരണം നിങ്ങൾക്ക് ടെൻഷനായിട്ട് ഇനി ഞാൻ അത് പഠിച്ചില്ല, ഞാൻ ഇത് പഠിച്ചില്ല എന്ന് കരുതിയിട്ട് നിങ്ങൾ പുതിയതായിട്ടൊന്നും പഠിക്കണം. നിങ്ങൾ ഓൾമോസ്റ്റ് എല്ലാം പഠിച്ചിട്ടുണ്ട്. അപ്പം ഈ പഠിച്ച കാര്യങ്ങൾ റിവൈസ് ചെയ്യുക എന്നുള്ളതാണ് ഇനിയുള്ള ഈ എക്സാമിന് തലേദിവസമൊക്കെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന
ഒരു കാര്യം എന്ന് പറയുന്നത്. അല്ലാണ്ട് നിങ്ങൾ പുതിയൊരു കാര്യം നിങ്ങൾ പഠിക്കാൻ വേണ്ടി പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ നിങ്ങളുടെ കോൺഫിഡൻസിനെ അത് ബാധിക്കും. അതുകൊണ്ട് തന്നെ നിങ്ങൾ പഠിച്ച കാര്യങ്ങൾ റിവൈസ് ചെയ്യുക. ഇവിടെ കറണ്ട് അഫേഴ്സ് നിങ്ങൾ നല്ല രീതിയിൽ തന്നെ നോക്കുക. കറണ്ട് അഫേഴ്സിലൂടെ തന്നെ നിങ്ങൾക്ക് നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ സാധിക്കും. അപ്പോൾ ജനറൽ അവയർനെസ് എന്ന് പറയുന്നത് ഒരു വാസ്റ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. അപ്പോൾ അത്രയും എഫേർട്ട് അതിന് കൊടുക്കുക. നിങ്ങൾ കറണ്ട് അഫേഴ്സ് ഇനിയുള്ള ദിവസങ്ങളിൽ ജസ്റ്റ് വായിച്ചു വിടുക. അപ്പം അതിൽ നിന്ന് നിങ്ങൾ വായിക്കുമ്പോൾ നിങ്ങൾക്ക് അതൊക്കെ ഓർമ്മ വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അത് നിങ്ങൾക്ക് എക്സാം ഹോളിൽ ഗുണം ചെയ്യും. അപ്പം ഇത്രയും കാര്യങ്ങളാണ് നിങ്ങൾ എക്സാം എഴുതുമ്പോൾ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെന്ന് പറയുന്നത്. അപ്പോൾ എല്ലാവരും നല്ല രീതിയിൽ തന്നെ എക്സാം എഴുതുക. അപ്പം അറിയാത്ത ക്വസ്റ്റ്യൻസ് മാർക്ക് ചെയ്ത് പോകരുത്. കാരണം നമ്മൾ എത്രണ്ണം അറ്റൻഡ് ചെയ്തു എന്നുള്ളതിലല്ല കാര്യം, നമ്മൾ എത്ര ആക്യുറസിയോടെ നമ്മൾ എത്രണ്ണം അറ്റൻഡ് ചെയ്തു എന്നതിലാണ് കാര്യം. നമ്മളിപ്പോൾ അറിയാത്തതൊക്കെ അറ്റൻഡ് ചെയ്തിട്ട് നമ്മളിപ്പോൾ പുറത്തിറങ്ങുമ്പോൾ പറയും ഞാൻ 60 എണ്ണം അറ്റൻഡ് ചെയ്തു എന്ന് പറഞ്ഞതിൽ കാര്യമില്ല. കാരണം അതിനകത്ത് നെഗറ്റീവ് ഒരുപാട് കാണും. അപ്പോൾ നെഗറ്റീവ് മാർക്ക് പോയി കഴിയുമ്പോൾ നിങ്ങളുടെ മാർക്ക് എന്ന് പറയുന്നത് വളരെ കുറവായിരിക്കും. പക്ഷേ നിങ്ങളൊരു 40 എണ്ണം അറ്റൻഡ് ചെയ്തുള്ളൂ, ആ 40ഉം നിങ്ങൾക്ക് കറക്റ്റ് ആണെന്ന് ഉറപ്പുണ്ടെന്നുണ്ടെങ്കിൽ അതാണ് വലിയ കാര്യം. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് മാക്സിമം ഉറപ്പുള്ളതിന് മാത്രം നിങ്ങൾ മാർക്ക് ചെയ്ത് പോവുക. അത്യാവശ്യം എന്ന് വെച്ചാൽ ഡൗട്ട് ഒരു 90% അല്ലെങ്കിൽ ഒരു 95% ഡൗട്ട് ഉള്ളത് മാത്രമേ നിങ്ങൾ അറിയാത്തത് മാർക്ക് ചെയ്ത് പോകാവൂ. കാരണം നെഗറ്റീവ് മാർക്കിംഗ് ഉള്ളത് കാരണം നിങ്ങൾ നെഗറ്റീവ് കൂടുതൽ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടുന്ന മാർക്ക് അത് കുറയും. അതുകൊണ്ട് തന്നെ നിങ്ങൾ മാക്സിമം നെഗറ്റീവ് മാർക്ക് കുറയ്ക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. അപ്പോൾ നിങ്ങൾ ആക്യുറസിയോടെ നിങ്ങൾ എക്സാം അറ്റൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. നിങ്ങൾക്ക് അറിയാവുന്നത് മാത്രം നിങ്ങൾ കൃത്യമായിട്ട് അറ്റൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. അത് നിങ്ങളെ എക്സാം ക്രാക്ക് ചെയ്യാൻ ഒരുപാട് ഹെൽപ്പ് ചെയ്യും. കാരണം ഇപ്പോൾ 40 എണ്ണം അറ്റൻഡ് ചെയ്തുള്ളൂ എങ്കിലും നിങ്ങൾക്ക് ആ 40 മാർക്കും കിട്ടുവാണെന്നുണ്ടെങ്കിൽ നമ്മൾ പ്രീവിയസ് കട്ട് ഓഫും കാര്യങ്ങളൊക്കെ നോക്കുവാണെങ്കിൽ ആ 40 മാർക്ക് ചില സോണുകളിൽ അത് മതിയാവും. കട്ട് ഓഫ് ഒക്കെ ചില സോണുകളിൽ അത്രയൊക്കെ വന്നിട്ടുള്ളൂ. പക്ഷെ 40 ഞാൻ ഒരു എക്സാമ്പിൾ പറഞ്ഞതാണ്. നിങ്ങൾക്ക് അറിയാവുന്നത് ആ 100% ഉറപ്പുള്ളത് മാത്രം നിങ്ങൾ മാർക്ക് ചെയ്ത് പോവുക. ഡൗട്ട് ഉള്ളത് ഒരു 95% എങ്കിലും നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിലേ നിങ്ങൾക്ക് അറിയാത്തൊരു ആൻസർ നിങ്ങൾ മാർക്ക് ചെയ്യാവും. അത് നെഗറ്റീവ് മാർക്കിംഗ് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളത് പറഞ്ഞത്. അപ്പം നിങ്ങൾ അതുകൂടി ഒന്ന് ശ്രദ്ധിക്കുക. അപ്പം എല്ലാവരും നല്ല രീതിയിൽ തന്നെ എക്സാം എഴുതുക. അപ്പം ഇനിയുള്ള ദിവസങ്ങൾ നിങ്ങൾ റിവിഷന് വേണ്ടിയിട്ട് മാറ്റി വെക്കുക. ടെൻഷൻ ആവാതെ നന്നായിട്ട് തന്നെ നിങ്ങൾ പഠിച്ചത് നിങ്ങൾക്ക് എക്സാം ഹോളിൽ കറക്റ്റായിട്ട് ഡെലിവർ ചെയ്യാൻ സാധിക്കട്ടെ എന്ന് ഞങ്ങൾ ആശംസിക്കുകയാണ്. അപ്പം എല്ലാവരും നല്ല രീതിയിൽ തന്നെ എക്സാം എഴുതുക. അപ്പോൾ എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ്.